പാല് കാച്ചുവാ. ആ ഇനി ഇവിടെയാണ് താമസിക്കണേ. കൊള്ളാമോ വീട്? ആ എന്റെ കഷ്ടപ്പാട് മാറുമെന്ന് തോന്നണില്ലേ മോളെ? അത്ര കഷ്ടപ്പാട് ജനിച്ച കാലം മുതൽ ഈ സമയം വരെ ഞാൻ കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇന്നതുവരെ സുഖം എന്താണെന്ന് ഇന്നതുവരെ അനുഭവിച്ചിട്ടില്ല. എനിക്കൊരു ഒരു മുറി ആയാലും മതി. 5 സെന്റ് വസ്തു കഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഒരു കിണറും കുഴിച്ചിട്ടേക്കണം. നമുക്കൊന്നേ മഴ നനയാതെ കയറി കിടന്നാൽ മാത്രം മതി. കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞേച്ചും പോയി അടുത്ത ഓണം നമ്മുടെ വീട്ടിലായിരിക്കും നടക്കുന്ന അത്ര പ്രതീക്ഷ ഇല്ലെങ്കിലും അല്ലേ? നടന്ന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി. ഈ വീട് വയ്ക്കാൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയണു. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മെയ് 17-ാം തീയതി ഞായറാഴ്ച 9 മണിക്കും 10 മണിക്കും ഇടയിലാണ് ബേബി അമ്മയുടെ വീടിൻ്റെ പാല് കാച്ചൽ. 2025 മെയ് 31-നാണ് കേട്ടോ അമ്മയുടെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും കൃത്യം ഒരു വർഷം തികയണതിന് മുന്നേ നമുക്ക് ആ വീടിൻ്റെ പാല് കാച്ച് നടത്താൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ്. അതിനി എത്ര നന്ദി പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം ഈ ഒരു വട്ടപൂജ്യത്തിൽ നിന്ന് അങ്ങനെ തന്നെ വിജയുടെ കാര്യം അങ്ങനെ തന്നെയായിരുന്നു. സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. അമ്മയെ സംബന്ധിച്ച് സ്ഥലം മേടിക്കേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനൊരു ഉപകാരം കിട്ടി. അപ്പോൾ വട്ടപൂജ്യത്തിൽ നിന്ന് കയറി കിടക്കാനൊരു കിടപ്പാടത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതും കുറേ മനുഷ്യരുടെ കൂട്ടായ്മ ഉണ്ട്. ഇപ്പോൾ ഒരാൾ സഹായം എന്നുള്ളതല്ല, എത്ര മനുഷ്യർ എത്ര ആയിരം മനുഷ്യരുകൾ സഹായിച്ചിട്ടാണ് ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അത് എത്ര നന്ദി പറഞ്ഞാലും ഒരു തീരുന്നില്ല. എനിക്ക് ഒരു കാലത്തും ഇതൊന്നും എനിക്ക് മറക്കാനും പറ്റില്ല. കാരണം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഈ ആളുകളെ വിശ്വസിച്ച് പൈസ അയച്ചു കൊടുക്കാനൊക്കെ ഉള്ള നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ, അതിനൊന്നും എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് വീട്ടിലേക്ക് പോണ വഴി. ഞാൻ പറഞ്ഞില്ല ഇവിടം വരെ വണ്ടി വരുള്ളൂ, ഇനി അങ്ങോട്ട് നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ റെഡിയാണ്. അങ്ങനെ ഒരുപാട് ആളുകളെ ഒന്നും വിളിച്ചിട്ടൊന്നുമില്ല. വളരെ കുറച്ച് ഈ അടുത്ത വീട്ടിൽ 4-5 വീട്, അമ്മ പഴയ താമസിച്ച വീട്ടിൽ 3-4-5 പേര്, അങ്ങനെയൊക്കെ ഉള്ളൂ. വലിയൊരു ആഘോഷമായിട്ടൊന്നുമല്ല. മഴയുണ്ട്. മഴ ഇങ്ങനെ വലിയൊരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുക. ഇപ്പോൾ ചെറുതായിട്ട് ചാർന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കൊണ്ടുവന്ന് വീട്ടിലേക്ക് മേടിച്ച ഫർണിച്ചർ സാധനങ്ങളൊക്കെ കൊണ്ടിറക്കിയിട്ടു. അതായത് ശനിയാഴ്ച കട്ടിൽ ഒരു കട്ടിലിനുള്ള സ്ഥലമേ ഉള്ളൂ, ഒരു മുറിയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു കട്ടിൽ, ഡൈനിങ് ടേബിൾ, അതിൻ്റെ ചെയർ, അല്ലാതെ കുറച്ച് പ്ലാസ്റ്റിക് ചെയർ, പിന്നെ ഒരു നമ്മുടെ പെഡസ്റ്റൽ ഫാൻ. കാരണം ഒരു ഫാൻ ഉണ്ട്, പുറത്തേക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് അതിന് അത്ര കാറ്റുണ്ടാവില്ലല്ലോ. പിന്നെ ഷീറ്റിട്ട വീടായതുകൊണ്ട് ചൂട് കൂടാ. ഇപ്പം മഴ പെയ്തു എന്നാലും ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം അത് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ട് വയ്ക്കാമല്ലോ വെച്ചിട്ട് അങ്ങനെ ഒരു ഫാൻ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി പോയിട്ട് വീട് കാണിച്ചു തരാം, അമ്മയെ കാണിച്ചു തരാം. വാ. ഇന്നലെ സാധനങ്ങൾ കൊണ്ടുവന്നപ്പോഴേ ഫാന് നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണല്ലോ മേടിച്ചത്. അപ്പോൾ ഇത് കാറിലിരുന്നേ, ഇത് തിരിച്ചു കൊണ്ടുപോയി. വീട്ടിൽ പോയപ്പോഴാണ് ഓർമ്മ, അയ്യോ ഫാൻ കൊടുത്തില്ല. അപ്പോൾ ഫർണിച്ചർ കൊണ്ടുവന്ന വണ്ടിയിൽ നിന്ന് അത് ഇറക്കി ഇവിടെ വെച്ചും പോയി. നമ്മൾ വിജിക്ക് വീട് വെച്ചപ്പോഴും അപ്പോൾ അമ്മയ്ക്ക് വീട് വയ്ക്കുമ്പോഴും എൻ്റെ ഒരു സ്വപ്നമാണ്. കാരണം ഫർണിച്ചർ ആ വീട്ടിലേക്കുള്ളത് നമുക്ക് മേടിക്കണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും ആ ആഗ്രഹം നടന്നു. ഇനി എന്തെങ്കിലും വേണമെന്ന് അറിയില്ല. നമുക്ക് പോയിട്ട് താമസം തുടങ്ങുമ്പോഴല്ലേ. ഞാൻ ചോദിച്ചു പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വേണ്ടെന്ന് അമ്മ പറയുന്നത്. എന്നാലും പോയി നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വരാം. ഇപ്പോൾ പാലുകാച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് വന്ന് അന്വേഷിക്കണ്ടേ. അപ്പോൾ ബേബിയമ്മയുടെ വീടിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇതൊരു ചെറിയൊരു അറയം പോലെ ഇങ്ങനെ ആക്കിയിട്ടേ ഗ്രില്ലിട്ട് വെച്ചിരിക്കുന്നതാണ്. കാരണം ആകെ ഒരു മുറിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡൈനിങ് ടേബിൾ കൊണ്ടുവന്നതൊക്കെ ഇവിടെ തന്നെ ഇട്ടു. കസേരയും എല്ലാ സാധനവും ഇവിടെ തന്നെയാട്ടോ ഇട്ടേക്കണേ. ഇനി ഇവിടെ ഒരു റൂമ്, ഈ ഒരു റൂമും അങ്ങനെ. ഒരു കട്ടിൽ അവിടെ ഉണ്ട്. അപ്പോൾ ആ കട്ടിലും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇത്ര സ്ഥലമേ ഉള്ളൂ ബെഡ്റൂം. പിന്നെ ഇതാണ് നമ്മളിപ്പോൾ പാല് കാച്ചി അടുക്കള. ഇവിടെ വിറകടുപ്പിനുള്ള സ്ഥലവും
പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഇതൊന്നും ഒതുക്കിയിട്ടില്ല, എല്ലാം ഇരിക്കണുള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ ഗ്യാസ് കുറ്റിയും കൂടെ വെക്കാൻ കണക്കാക്കി. പിന്നെ കിണറൊക്കെ ഉണ്ട് കേട്ടോ, വെള്ളമൊക്കെ ഉണ്ട്. അത് കാരണം ഇവിടെ തന്നെ പൈപ്പും, അതൊരു വലിയ സന്തോഷമാണ്. കാരണം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ കിണറും കൂടെ കുത്തി വെള്ളം കിട്ടിയെന്ന് വെച്ചാൽ എനിക്കൊക്കെ, നമ്മൾ ഈ നാട്ടിൻപുറത്തൊക്കെ ജീവിച്ചുകൊണ്ടായിരിക്കും, കിണറിൽ വെള്ളം കിട്ടിയാൽ തന്നെ വലിയ സന്തോഷം. അപ്പോൾ അത് അവിടെ ബാക്കിൽ കിണറും വെള്ളവും അലക്കാനുള്ള കല്ലും ഒക്കെ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് ബേബി അമ്മയുടെ വീട്. ഇത്രയാണെന്ന് പറയുമ്പോൾ അതത്ര ചെറുതല്ലാന്ന് എനിക്കറിയാം. കാരണം ഇതിൻ്റെ പിന്നിൽ അത്രയും നാളത്തെ അവരുടെ ഒരു കാത്തിരിപ്പും കഷ്ടപ്പാടും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ എന്തായാലും ഈ ചെറിയതായാൽ പോലും ഇവരെ സംബന്ധിച്ച്, ഇവർ രണ്ടുപേരല്ലേ ഉള്ളൂ, ഇവരെ സംബന്ധിച്ച് ഇതൊരു സ്വർഗം തന്നെയാണ്. അമ്മയ്ക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ബാ, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല അല്ലേ? ഇല്ല. ഇവനാണ് എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങളെ കടയെ പറ്റി പറഞ്ഞു. ഇവനില്ലെങ്കിൽ ഞാൻ ബേബി അമ്മയെ കാണൂല, ഞാൻ ഇവിടെ എത്തൂല, ഇന്ന് ഈ വീട് ഉണ്ടാവില്ല. ഒരുപാട് സന്തോഷമുണ്ട് മോനെ, ഇത്രയൊരു ഉപകാരം ചെയ്തു തന്നില്ലേ. എനിക്ക് മോശം ഒരുപാട് മോശം കിട്ടും. ഇത്രയൊരു ഉപകാരം ചെയ്തു തന്നല്ല. ഒരു കയറക്കടക്കാടില്ലായിരുന്നു, എനിക്കൊരു കയറക്കടക്കാടമായി. നീ പറഞ്ഞാലല്ലേ, നിന്റെ ആ മെസ്സേജ് അയച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ വരുന്നത്. ഞാൻ അല്ലെങ്കിൽ ഇവരറിയോ? അങ്ങനെ പറയാൻ തോന്നിയോണ്ടാണ് നമ്മൾ അന്വേഷിച്ച് വരുന്നതും ഇവിടം വരെയൊക്കെ എത്തും. 1 വർഷമായിട്ടുള്ളൂ. നമ്മൾ കഴിഞ്ഞ മെയ് 31 വീഡിയോ ഇട്ട്. മെയ് 31 ആയില്ല, അതിന് മുമ്പേ ഞാൻ അമ്മോട് പറഞ്ഞു, ഞാൻ വിളിച്ചിട്ടുണ്ടാവും, വരുവാണെങ്കിൽ അമ്മയ്ക്ക് ഓർമ്മയില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരേ പേര് ചായ കുടിക്കാൻ വരുന്നല്ലോ. അതെയല്ലേ, ശ്രദ്ധിക്കൂലല്ലോ. ആരെങ്കിലും ചായ ചോദിക്കും, കൊടുക്കും, കാശ് വാങ്ങിക്കും. ഞാനും ഇവനെ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ മെസ്സേജ് അയക്കും, സംസാരിക്കും, പക്ഷെ ഇന്നേവരെ കണ്ടിട്ടില്ല നേരിട്ട്. എന്തായാലും വന്നല്ലോ. വന്നതല്ലേ, ഞാൻ അന്നേ പറഞ്ഞിരുന്നില്ലേ, അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇത് വിഷ്ണുവിനെ ഞാൻ ഇന്നാണ് നേരിട്ട് കാണുന്നത്. പക്ഷെ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ ചാറ്റ് ചെയ്യാറുണ്ട്, ഫോണിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ. വിഷ്ണുവിനെ പറ്റി പറയുമ്പോഴേ എനിക്ക് ഈ ബേബി അമ്മ ഇവരെ രണ്ടുപേരെ എനിക്കറിയില്ലേ. ഇവനാണ് അവിടെ പോയി ചായ കുടിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത്, ചേച്ചി ഇങ്ങനെ, അത് വിശദമായിട്ടൊരു പാരഗ്രാഫൊക്കെ എഴുതി, ഇങ്ങനെ ഒരു 2 ആളുകളുണ്ട്, എന്തെങ്കിലും ആ കടയിലേക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ അവിടേക്ക് കൊണ്ടുവന്ന ആ നിമിത്തം അത് വിഷ്ണുവാണ്. ഇങ്ങനെ ഈ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനൊരു കാരണക്കാരനുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാരണം ഈ മോനാണ്. ഇവനത് പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവൻ ആ ചായ കുടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു ഒന്നും പറയാൻ തോന്നിയില്ല, അത് അവിടെ അങ്ങനെ തന്നെ തീരും. ഇവർ ഈ 10 വർഷം വാടകയ്ക്ക് കിടന്ന പോലെ തന്നെ ഇനിയും വർഷങ്ങളോളം ചിലപ്പോൾ കിടക്കുമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് പദ്ധതി വീടൊക്കെ കിട്ടുമ്പോൾ വീട് പണിയും അങ്ങനെയൊക്കെ ഉണ്ടാവുകയായിരുന്നു. പക്ഷേ ആളുടെ ഒരു മെസ്സേജ്, ഞാനത് കാണണം, ഞാനിവിടെ അമ്മയെ തേടി വരണം. വന്നപ്പോൾ അമ്മ പറഞ്ഞു, ഇതല്ല എനിക്ക് കട നന്നാക്കലല്ല മോളെ ആവശ്യം, ഇതാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും ഒരു സെൻറ്റ് എങ്കിലും അവിടെ, അല്ലെങ്കിൽ ഒരു ഷെഡ്, വെറുതെ ഒരു ഷീറ്റ് ഇട്ടൊരു വീടെങ്കിലും എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അതിപ്പോൾ വലിയ തെറ്റില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എത്തി. നമുക്ക് പക്ഷേ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു ഇതൊന്ന് വാർത്തിടണം, ഒരു മുറിയും കൂടെ, ഇപ്പോൾ ഒരു മുറി അടുക്കളയല്ലോ, ഒരു മുറിയും കൂടെ ആക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ നോക്കാം, നമുക്ക് ഇനി സമയമുണ്ടല്ലോ, ഇനി നമുക്കതിന് പറ്റുമെങ്കിൽ നമ്മൾ മുന്നോട്ടേക്കൊക്കെ കൂട്ടും. ഇപ്പോൾ മഴക്കാലമൊക്കെ വരും, അതിന് മുമ്പേ വരെ ഒന്ന് സേഫ് ആകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെനിക്ക് നന്ദി പറയാനുള്ളത് ഈ കൊച്ചിൻ്റെ അടുത്താണ്. കാരണം ഇവനത് പറഞ്ഞില്ലേ ഞാൻ ഇവിടോട്ട് വരില്ല, ഇതൊന്നും നടക്കില്ല. അവൻ ആരോ പറഞ്ഞു വിട്ട പോലെ അവൻ കൃത്യമായിട്ട് അവിടെ വന്നു, അത് എന്നെ അറിയിച്ചു, ഞാൻ ഇവിടെ എത്തി, നിങ്ങളെ സഹായം കൊണ്ട് നമ്മൾ സ്വപ്നം പൂർത്തീകരിച്ചു. നമ്മളെ സ്വപ്നം ചേച്ചിയാണ് നമ്മൾ എന്തിട്ട് ചെയ്തെന്നുള്ളതല്ല, നമ്മൾ വെറും കാരണം മാത്രം. വീട് വെച്ച പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇവിടെ ഇന്നലെ എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയണത് തന്നെ. പാലുകാച്ചിന് ഡേറ്റ് എടുത്ത വഴി ഞാൻ മെസ്സേജ് ഇട്ടിടാ, പാലുകാച്ചാണ് വരണം എന്ന്. അപ്പോൾ വരുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നേ. ക്ഷമ ഞാൻ വരും ചേച്ചി എന്ന് പറഞ്ഞു. എന്തായാലും കറക്റ്റ് സമയത്ത് ഇവിടോട്ട് എത്തി. എല്ലാം ദൈവത്തിൻ്റെ നിമിത്തം. അത് പറഞ്ഞു, ഒരു കാരണം അവനത് അവിടെ എത്താനും അത് കാണാനും അവനങ്ങനെ തോന്നാനും. അങ്ങനല്ല, നീയാണ് എന്നെ ഇവരിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു കണ്ണീന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ അറിയും ബേബി അമ്മേനെ? ഞാൻ അറിയേ ഇല്ല. ഇപ്പം നമുക്ക് ഒരു വീട് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ പോലെയുള്ള ഒരു ബന്ധമാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇങ്ങനെ കൺമുന്നിൽ കാണുന്ന കാര്യങ്ങൾ ഇനിയും, അപ്പോൾ എല്ലാനൊന്നും എല്ലാവർക്കും ഏറ്റെടുക്കാനൊന്നും പറ്റൂല. പക്ഷെ നീ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതുപോലെ ആരെങ്കിലൂടെയൊക്കെ നീ പറയുമ്പോൾ ആരെങ്കിലുടെയൊക്കെ സഹായം അവിടേക്ക് എത്തും. അതിന് ശേഷം എന്നെ 1-2 കേസൊക്കെ പറഞ്ഞു വിട്ടോ. പക്ഷെ എനിക്കൊരു ധൈര്യമില്ല. കാരണം ഒരെണ്ണം ഏറ്റെടുത്ത് വിജിയുടെ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പാലുകാച്ച് നടത്തിയ പിന്നെയാണ് ബേബി അമ്മയുടെ കേസ് പിന്നീട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്. പാലുകാച്ച് നടത്തിയില്ല, വിജിയുടെ എല്ലാം പക്ഷേ എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി പുതിയത് ഏറ്റെടുക്കണമെങ്കിൽ എനിക്ക് അതിനുള്ളൊരു ധൈര്യം കിട്ടണം. കാരണം ഒരു കാര്യം ഏറ്റെടുത്ത് അത് കംപ്ലീറ്റ് തീർന്നാൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. എല്ലാം കൂടെ വലിച്ചു വെച്ചിട്ട് അവസാനം ഒന്നുമില്ലാതെ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
എനിക്ക് ഇവൻ്റെ അടുത്താണ് ഒരു വലിയ നന്ദി. പ്രേക്ഷകരോടുള്ള നന്ദിയൊക്കെ ഞാൻ പറഞ്ഞു, കാരണം അവരില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല ഇങ്ങനെ ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനൊന്നും. അപ്പോൾ അവർ സഹായിച്ചുകൊണ്ടാണ് ഇന്നിവിടെ എത്തി നിൽക്കുന്നത്. അതൊരിക്കലും പറഞ്ഞാൽ തീരാത്ത നന്ദിയാണ്. കാരണം അത്രയും ആളുകൾ അമ്മയെ സപ്പോർട്ട് ചെയ്ത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ മുംബൈയിൽ നിന്നും പിന്നെ കാനഡയിൽ നിന്നും ഒക്കെ ആളുകൾ എനിക്ക് മെയില് മെസ്സേജൊക്കെ ചോദിച്ചിട്ട് അമ്മയുടെ വാടക കുടിശ്ശിക, അതായത് എനിക്കൊണ്ട് വീഡിയോ പോയതിൻ്റെ 2ാമത്തെ ദിവസം തന്നെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എത്രയാണ് വാടക കുടിശ്ശിക? ഞാൻ പറയും ഇതാണ്, 1 വർഷത്തേക്കുള്ള വാടക ഞാൻ അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സപ്പോർട്ടൊക്കെ. അവരൊക്കെ ഏതൊക്കെയോ നാട്ടിലിരിക്കണവരാണ്, അമ്മയെ അറിയില്ല, വീഡിയോ കൂടെ മാത്രം കണ്ടതാണ്. പക്ഷേ മനുഷ്യർ എന്ത് നല്ലതാണ്. മനുഷ്യനെ ചിലപ്പോഴൊക്കെ അങ്ങനെ വിചാരിക്കും, നമ്മൾ അറിയില്ല ഭയങ്കര സെൽഫിഷാണ്, എല്ലാവരും ഭയങ്കര സ്വാർത്ഥന്മാരാണ്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്ന ആളുകളൊക്കെ ഭയങ്കര കെയർ ചെയ്യുന്നവരാണ്, മറ്റുള്ളവരെ പരിഗണിക്കാൻ. ഇന്നലെ ഞാൻ അമ്മയുടെ പാലുകാച്ചാണ് ഇന്ന് വിശേഷം പങ്കുവെച്ചൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മയുടെ GPay നമ്പർ ഒന്ന് തരുമോ, അമ്മയ്ക്ക് എന്തെങ്കിലും ചെറിയ സഹായം. അമ്മയ്ക്ക് GPay നമ്പർ ഇല്ല, ഞാൻ അവിടെ ബാങ്ക് അക്കൗണ്ട് അന്നേരം പുള്ളിക്കാരൻ അയച്ചു കൊടുത്തു. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഫോണോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളെപ്പോലുള്ളവർ നിങ്ങളെപ്പോലുള്ളവരിൽ എത്തണത് ആ ഒരു മെസ്സേജിൻ്റെ, അതായത് ഒരു മെസ്സേജ് എന്ന് പറയുന്നത് പല അർത്ഥങ്ങളും. ആ ഒരു ഇതിൽ ഒരാൾക്കൊരു ധൈര്യം കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ വിളിക്കും, അത് നമ്മളെ 101 പോലെ ഒരു ഫയർഫോഴ്സിനെ ഒരു അപകടത്തിൽ വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ വിളിക്ക് അപ്പുറത്ത് ആൾ വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. ആ വിശ്വാസം നിങ്ങൾ കീപ്പ് ചെയ്യാനിടത്തോളം കാലം നിങ്ങൾ കാണുന്നവരിൽ ആ ഒരു ധൈര്യം എപ്പോഴും കാണും. പറ്റുന്നിടത്തോളം നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ചിലതൊന്നും നമ്മളെ കൊണ്ട് കൂടാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, പിന്നെ എല്ലാവരും കൂടി എടുത്തു വെച്ചാലും നടക്കൂലെന്നേ. ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു പൊട്ട് കടയിൽ ചെന്നൊരു വീഡിയോ ഇട്ടാലും ആ കട നമുക്ക് ക്ലിക്ക് ആക്കാൻ പറ്റും. നമ്മളിനി എത്ര പേര് കുറ്റം പറഞ്ഞാലും ഒരു കുറ്റം ഒരു മറു സൈഡിൽ കാണും. അതൊക്കെ ഉണ്ടാവും, അതില്ലാതെ ഒന്നും ജീവിക്കാൻ പറ്റൂല. നമ്മളിങ്ങനെ, എനിക്കും ചിലപ്പോഴൊക്കെ വിഷമം വരുവേ, നമ്മളിങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ 1 രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. എന്നാലും ചിലവരൊക്കെ പറയും ഞാൻ 25,000 ഒക്കെ മേടിച്ചിട്ട് വീഡിയോ എന്ന്. ആ മനുഷ്യന്മാർ അവർ ഒരു മാസം പണിയെടുത്താൽ അവർക്ക് 25,000 കിട്ടുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് 25,000 രൂപ തരുന്നത്? അതൊക്കെ ആലോചിക്കാൻ കഴിവുള്ളവർ ചിന്തിക്കട്ടെ. അതല്ലെങ്കിൽ വേണ്ട. ഞാൻ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെ വീഡിയോ ഇട്ടിട്ടുണ്ടേ. എല്ലാ ജില്ലയിലുള്ള മനുഷ്യരാണല്ലോ നിങ്ങൾ. ഏതെങ്കിലും ഒരു കടയിൽ നിങ്ങളൊന്ന് ചെന്നാൽ വേണ്ട, വെറുതെ ചോദിക്കുക അവർ പൈസ മേടിച്ചോ. രണ്ടാമത് ഒരു കാര്യം കൂടി ചോദിക്കണം, ഞാൻ എത്ര തന്നേർന്നെന്നും കൂടെ ചോദിക്കണേ. ഞാൻ പൈസ മേടിച്ചില്ല എന്ന് മാത്രമല്ല, എനിക്ക് പറ്റണത് അവിടെ ഏൽപ്പിച്ചേച്ചോ ഞാൻ പോരാറുള്ളൂ. എന്നെയാണ് ചീത്ത വിളിക്കണത്. പറയട്ടെ, അത് നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. എന്നെ കൊണ്ട് അത്രയും ഉപകാരം എന്ന് വിചാരിച്ചത്. അതെ, എനിക്ക് അതുകൊണ്ട് ഈ പണ്ട് ഭയങ്കര സങ്കടം ചെയ്തൊക്കെ നിർത്തി, ഞാൻ തിരിച്ചു പോകണം കോളേജിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം എന്നെ അതൊന്നും ഏൽക്കുന്നില്ല. പറയട്ടെ, നമ്മൾ ചെയ്യുന്നത് അവിടെ ഉണ്ടല്ലോ, എവിടെ ഒളിച്ചു വെച്ചിട്ടല്ലല്ലോ ഞാൻ ചെയ്തത് എന്തൊക്കെയാണെന്ന് ഇവിടെ ഉണ്ട്. സത്യം. ഇപ്പം അതൊരു ഭയങ്കര ധൈര്യമാണ്. ആരെന്ത് പറഞ്ഞാൽ ഞാൻ ഇപ്പം മറുപടി ഒന്നും കൊടുക്കാറില്ല. അതൊക്കെ ഒന്ന് കമൻ്റ് ഇടും, നിങ്ങൾ ഇത്ര പൈസ മേടിച്ചിട്ടല്ലേ നിങ്ങൾ അത് ചെയ്തത്. ഞാൻ ഈശ്വര, ഇത്രയും പൈസയൊക്കെ അത് പ്രൊമോഷൻ ചെയ്യാൻ കഴിവുള്ള ആളുകളുടെ കടയാണോ ഞാൻ ഈ ഷൂട്ട് ചെയ്യണത്? ഒരു ദിവസം ഇപ്പം അമ്മ എന്നെ പറഞ്ഞു 9 ചായ 10 ചായയൊക്കെയാണ് വെക്കണത്. അവർക്ക് എവിടെ നിന്ന് ഇരിക്കണം പൈസ തന്ന് എന്നെ വിളിച്ച് വീഡിയോ ചെയ്യിപ്പിക്കാൻ? എനിക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ആ പൈസ നമ്മളങ്ങനത്തെ ഒരു സാധനം ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിട്ടല്ല. അങ്ങനെ പോകാനാണെങ്കിൽ എടാ, എനിക്ക് ഈ തിരുവനന്തപുരത്ത് എന്തോരം ഹോട്ടലുകളുണ്ട് ഇല്ലേ, ഞാൻ ഒരു കടയിൽ പോയിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ ചെയ്തുതരാം, എനിക്കൊരു 50,000 രൂപ തരണം എന്ന് പറഞ്ഞാൽ ആര് വേണമെങ്കിലും റെഡിയാണ്. പക്ഷെ നമ്മളെ പേജിൽ അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ഇടുന്നില്ല. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു തരത്തിലുള്ള അങ്ങനത്തെ കണ്ടന്റ് വേണ്ട, ഇത് മതി എന്ന് വിചാരിച്ചിട്ട് പോകുന്നല്ലേ. എന്നെയാണ് ചീത്ത വിളിക്കുന്നത്. സാരമില്ല, ഇപ്പം അതൊക്കെ ഭയങ്കര ധൈര്യമാണ്, മുന്നോട്ടേക്ക് പോകാനുള്ള ഭയങ്കര ശക്തിയാണ് അത്. കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞേച്ചും പോയി, അടുത്ത ഓണം നമ്മുടെ വീട്ടിലായിരിക്കും നടക്കുന്ന അത്ര പ്രതീക്ഷ ഇല്ലെങ്കിലും ഇല്ലേ, നടന്ന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി. ഈ വീട് വയ്ക്കാൻ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയണം. ഒരുപാട് ആളുകൾ, കാരണം എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെ നിന്നൊക്കെ പലരും ഫോണിലൊക്കെ വിളിച്ചു ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു സഹായിക്കാന്ന് പറഞ്ഞു. വെളിയിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് വന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഒരു സഹായം കിട്ടിയോണ്ടാണ് ഒരു കൊച്ചു വീടെങ്കിലും വയ്ക്കാൻ സാധിച്ചത്. അതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് മുന്നോട്ടേക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. കാരണം കട കൊണ്ടുപോകണ കാര്യം ഇവിടെ പറ്റൂല, കട നടത്താൻ ഇവിടെ പറ്റൂല, റോഡല്ലല്ലോ. അപ്പം അങ്ങടേക്ക് മാറ്റി ഇനി കട തുടങ്ങുവാണെങ്കിൽ ഞാനിതുപോലെ പറയും, അമ്മേനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഇതിലൂടെയൊക്കെ പോകുമ്പോൾ. എങ്ങനെയാ അമ്മ കട തുടങ്ങുവാണോ? കട തുടങ്ങുകയാണ്. ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കട തുടങ്ങണം. പഴയ പോലെ തന്നെ ഇപ്പൊ ശരിക്കും ആളില്ല അവിടെ, റോഡ് പണി നടക്കണോണ്ടേ ആരും തന്നെ ഇല്ല. പക്ഷെ ഇനി ഒന്ന് കുറച്ചും കൂടി ഉഷാറായിട്ട് ചായ എന്തെങ്കിലും പലഹാരങ്ങളും ഒക്കെ ആക്കി. അപ്പൊ ആ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ട്
ആളുകളോട് പറയും കട തുടങ്ങി കഴിയുമ്പോൾ ഉഷാറായി കഴിയുമ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. അന്ന് കുറേ പേര് ചായ കുടിക്കാനൊക്കെ വന്നു. പക്ഷെ അതുപോലെ തന്നെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യും. ഇപ്പം നമുക്ക് ചായ കുടിക്കാനും വന്ന് അവർ സഹായിക്കുകയും ചെയ്തിട്ട് ഇപ്പൊ കയറി കിടക്കാൻ ഒരു സ്ഥലമായി. അതുകൊണ്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കും, ബാക്കി കാര്യങ്ങളും ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണ്, ആശുപത്രി ചെലവും ഒക്കെ ഉണ്ട്. അപ്പം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ കച്ചവടം ചെയ്ത് തന്നെ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. കട നമ്മൾ തുടങ്ങും അല്ലേ? തുടങ്ങും. തുടങ്ങണം. സ്ഥലം എന്തായാലും മാറൂല, അവിടെ തന്നെ ആയിരിക്കും. അവിടെ തന്നെ അവർ കട കച്ചവടത്തിന് തന്നു. പിന്നെ അവിടെ തന്നെ ഒന്നേന്നും എല്ലാം തട്ടിക്കൂട്ടി ഒന്നേന്ന് എടുക്കണം. നമ്മള് തുടങ്ങിയിട്ട് അറിയിക്കാം അല്ലേ? തുടങ്ങിയിട്ട് അറിയിക്കാം. അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു. മഴയൊന്നും ശല്യമാക്കിയില്ല. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഇതായിട്ട് നടന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഒരുപാട് വട്ടം ഞാൻ നന്ദി പറഞ്ഞു, എന്നാലും ഒരു വട്ടം കൂടെ പറയുകയാണ്. ഇപ്പോൾ വിഷ്ണുവിനെ കണ്ടല്ലോ, വിഷ്ണുവിൻ്റെ ഒരു മെസ്സേജ്, അതാണ് വെറുതെ ഒരു മെസ്സേജ്. ചിലപ്പോൾ ചില മെസ്സേജൊന്നും നമ്മൾ കാണാതെ പോകും, പക്ഷേ ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ കാണും. അത് കഴിഞ്ഞ് ബേബി അമ്മേനെ കാണാൻ വന്നു. അതെനിക്ക് തോന്നുന്നു ഒരു മെയ് 25 ഞാൻ ബേബി അമ്മേനെ കാണാൻ വരുന്നത് ആദ്യമായിട്ട്. ഒരു വൈകുന്നേരം വന്നു. അപ്പോൾ ബേബി അമ്മയോട് ഇങ്ങനെ പറഞ്ഞു കടയിലേക്കുള്ള സാധനങ്ങളെല്ലാം കൊണ്ട് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് ബേബി അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, മോളെ എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട്, എനിക്ക് കയറി കിടക്കാം, ഒരു ഷെഡ് മതി, ഒരു ഷെഡ് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയാൽ നന്നായിരുന്നു എന്ന് പറയണു. അവിടെ നിന്ന് തുടങ്ങിയ ആലോചനയാണ്. പിന്നെ അതിങ്ങനെ പല ഘട്ടങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷണങ്ങളൊക്കെ നടത്തി. പക്ഷെ നടക്കൂല എന്ന് വിചാരിച്ച് നിന്നു. ഇലക്ഷനും കൂടി വന്നപ്പോഴേക്കും ലൈഫ് പദ്ധതിയുടെ വീടിൻ്റെ കാര്യം അതവിടെ പാതി വഴിയിലായി. കയ്യിലിരിക്കണ പൈസ വെച്ചിട്ട് ഒരിടത്തും എത്തുകയില്ല. എന്തായാലും ഇത്രയൊക്കെ എത്തിക്കാൻ പറ്റി. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. കാരണം ഇവർക്ക് ജീവിക്കാനുള്ളൊരു മാർഗ്ഗവും കൂടെ വേണമല്ലോ. രണ്ടുപേരും വയസ്സായവരല്ലേ. അപ്പോൾ ഒരു കട സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനിയും തുടർന്നും ഉണ്ടാവണം.